നമസ്കാരം. ഞാൻ ഡോക്ടർ ജെ ഉണ്ണികൃഷ്ണപിള്ള. പ്രതിപദത്തിലേക്ക് സ്വാഗതം. ഇന്ന് 9ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മണിപ്രവാള കവികളിൽ നീലകണ്ഠ കവിയെ പറ്റിയാണ്. ഭക്തി ഭാഷാ ചമ്പു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതിന്റെ പ്രത്യക്ഷ ലക്ഷ്യങ്ങളാണ് നീലകണ്ഠ കവിയുടെ കൃതികൾ. പരിവർത്തനോന്മുഖമായിരുന്ന മണിപ്രവാള സാഹിത്യത്തിന് അനുകരണീയമായ പന്ഥാവ് വെട്ടിത്തുറന്ന കവീശ്വരനാണ് നീലകണ്ഠൻ. അങ്ങനെ നമുക്ക് ലഭിച്ച വിശിഷ്ട സംഭാവനകളാണ് ചെല്ലൂർ നാദോദയം, നാരായണീയം, തെങ്കല നാദോദയം എന്നീ ഭാഷാ ചമ്പുകൾ. നീലകണ്ഠ കവിയുടെ സമ്പൂർണ്ണ കൃതികൾ ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള. സമ്പാദനം, സംശോധനം, പഠനം, വ്യാഖ്യാനം. NBS ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് 1991. നീലകണ്ഠ കവിയുടെ സമ്പൂർണ്ണ കൃതികൾ. കേരളത്തിലെ പ്രസിദ്ധ ക്ഷേത്രങ്ങളായ തളിപ്പറമ്പ്, തൃപ്പൂണിത്തുറ, തൃശ്ശിവപേരൂർ എന്നിവയെ ആധാരമാക്കി നീലകണ്ഠ കവി രചിച്ചിട്ടുള്ള കൃതികളാണ് യഥാക്രമം ചെല്ലൂർ നാദോദയം, നാരായണീയം, തെങ്കല നാദോദയം എന്നീ ഭാഷാ ചമ്പുക്കൾ. മേൽപ്പറഞ്ഞ സ്ഥലങ്ങളുടെ മാഹാത്മ്യത്തെ കൂടി ഈ കാവ്യങ്ങളിൽ കവി വർണ്ണിച്ചിരിക്കുന്നു. അദ്ദേഹം വൈക്കം മഹാദേവക്ഷേത്രത്തിലെ അഷ്ടമി മഹോത്സവത്തെ ആധാരമാക്കി രചിച്ചതാണ് അഷ്ടമി പ്രബന്ധം. ഈ കൃതിക്ക് ചെല്ലൂർ നാദോദയവുമായി സാദൃശ്യമുണ്ടെന്ന് ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള പറയുന്നു. നീലകണ്ഠ കവിയുടെ ജീവിതകാലം 17ാം ശതകത്തിന്റെ പൂർവാർദ്ധമാകുന്നു. 1601 മുതൽ 1615 വരെ കൊച്ചി രാജ്യം ഭരിച്ചിരുന്ന വീരകേരളവർമ്മയുടെ ആസ്ഥാന പണ്ഡിതനായിരുന്നു നീലകണ്ഠൻ നമ്പൂതിരി എന്ന് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള കൈരളിയുടെ കഥയിൽ പറയുന്നു. പുറം 106. ഇനി അദ്ദേഹത്തിന്റെ കൃതികൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ചെല്ലൂർ നാദോദയം. തിരുവനന്തപുരം ഗ്രന്ഥപുരയിൽ നിന്നും ചെല്ലൂർ നാദോദയത്തിലെ ചില ശ്ലോകങ്ങൾ കണ്ടെത്തി കവനോദയം മാസികയിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. കവനോദയ മാസിക കടത്തനാട് പോർലാതിരി ഉദയവർമ്മ രാജാവിന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്നതാണ്. പിന്നീട് കവനോദയക്കാർ ചെല്ലൂർ മാഹാത്മ്യം എന്ന പേരിൽ ഇത് ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തി. 1968 കേരള സാഹിത്യ അക്കാദമി ഈ കൃതി പുനഃപ്രകാശനം നടത്തി. പ്രൊഫസർ വെറ്റിനാട് ശ്രീധരൻ നായർ ഇതിനൊരു വ്യാഖ്യാനവും തയ്യാറാക്കിയിട്ടുണ്ട്. ശ്രീ പരമേശ്വരന്റെ മാഹാത്മ്യം വർണ്ണിച്ചുകൊണ്ടാണ് കാവ്യം ആരംഭിക്കുന്നത്. രുദ്രാണി പങ്കിജിന്ന നളിനമലർ മുകർന്നും നറുതേന്നുകർന്നും ചിത്താനന്ദം കലർന്നും കളിതടവിമതിക്കും മഹാരാജഹംസം ഭക്തന്മാരാം പ്രകാരം ദിനമനുവിളയാടുന്ന കാരുണ്യലക്ഷ്മി നിത്യസ്ഥാനം തൊഴുന്നേ ഉരവെരുകിന ചെല്ലൂരധീശം ഗിരീശം. ശ്ലോകം 1. ഭാഷാ ചമ്പുക്കളിലെ രീതിയനുസരിച്ച് ആദ്യം കഥാവസ്തുവിനെ നിർദ്ദേശിച്ചുകൊണ്ടാണ് കാവ്യത്തിന്റെ തുടക്കം. സൂര്യവംശ രാജാവായ ശതസോമൻ തളിപ്പറമ്പ് പെരിഞ്ചൊല്ലൂർ ക്ഷേത്രത്തിൽ ശൈവബിംബ പ്രതിഷ്ഠ നടത്തിയ കഥയാണ് ചെല്ലൂർ നാദോദയത്തിലെ ഇതിവൃത്തം. സൂര്യവംശ രാജാവായ ശതസോമൻ തളിപ്പറമ്പ് പെരിഞ്ചൊല്ലൂർ ക്ഷേത്രത്തിൽ ശൈവബിംബ പ്രതിഷ്ഠ നടത്തിയ കഥയാണ് ഈ കാവ്യത്തിലെ ഇതിവൃത്തം. ശ്ലോകം 2 നിന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാം. ഇതിൽ ഗദ്യം 25 കഴിഞ്ഞ് ഒരു ദണ്ഡകം ചേർത്തിട്ടുണ്ട്.
പെരിഞ്ചല്ലൂർ ഗ്രാമക്കാരായ ബ്രാഹ്മണരുടെ മാഹാത്മ്യം വിവരിക്കുന്നതാണ് പ്രസ്തുത ദണ്ഡകം. ചെല്ലൂർ നാദോദയത്തിൽ അന്യകൃതികളിൽ നിന്ന് എടുത്തു ചേർത്ത 23ഓളം ശ്ലോകങ്ങൾ കാണുന്നുണ്ട്. അവ ഡോക്ടർ ടി.ജി. രാമചന്ദ്രൻ പിള്ള നീലകണ്ഠ കവിയുടെ സമ്പൂർണ്ണ കൃതികൾ എന്ന പുസ്തകത്തിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. പുറം 104 മുതൽ 109 വരെ. രണ്ടാമത്തെ കാവ്യം നാരായണീയം ചമ്പുവാണ്. തിരുവനന്തപുരം ഗ്രന്ഥപുരയിൽ നിന്ന് ഡോക്ടർ കൊളത്തേരി ശങ്കരമേനോൻ കണ്ടെടുത്തതാണ് നാരായണീയത്തിന്റെ താളിയോല ഗ്രന്ഥം. കൊല്ലവർഷം 1093 ശങ്കരമേനോൻ പുസ്തക രൂപത്തിൽ ഇത് പ്രസിദ്ധപ്പെടുത്തി. 1986 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യാഖ്യാന സഹിതം നാരായണീയം ഭാഷാചമ്പ് പ്രസിദ്ധീകരിച്ചു. അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഈ കൃതിയുടെ സംശോധിത പഠനവും വ്യാഖ്യാനവും തയ്യാറാക്കിയത് ഡോക്ടർ ടി.ജി. രാമചന്ദ്രൻ പിള്ളയാണ്. 1987 ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിന്റെ 2ാം പതിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. വന്ദനസ്തുതി, ഇഷ്ടദേവതാ സ്തുതി എന്നിവയോടുകൂടിയാണ് കാവ്യം ആരംഭിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്. പാലാഴി തയ്യലാൾ തൻ തിരുനയന കലാലോലോലാംബമാല ലീലാരംഗം ഭുജംഗേശ്വരമണിശയനെ തോയരാശൂശയാനാം മേലേ മേലേ തൊഴുന്നേൻ ജഗതുദയ പരിത്രാണ സംഹാരദക്ഷം ലോലാത്മാനം പദാന്ത പ്രണത സകുലം ദേവാസുരം വാസുദേവം. ഇതാണ് ഒന്നാമത്തെ ശ്ലോകം. കവനോദയക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഭാരത ചമ്പുവിൽ ഈ മംഗള ശ്ലോകം എടുത്തു ചേർത്തിട്ടുണ്ട്. പ്രിയ സഖനെ, തോഴനെ സംബോധന ചെയ്തുകൊണ്ടാണ് കാവ്യം ആരംഭിക്കുന്നത്. ഇത് ഭാഷാ ചമ്പുക്കളുടെ ഒരു പൊതുരീതിയാണ്. മല്ലാരാതിപ്രസാദം പ്രിയ സഖ, സുഖമേ കൈവരുന്നാളിലോർത്താലെല്ലാവർക്കും ദേഹഭാജാം അഖിലവുമിഹ മംഗല്യമായി തീർന്നുകൂടും. ചൊല്ലാം ഭൂദേവ പുത്രാർപ്പണ സുചരിതവും വിഷ്ണുബിംബ പ്രതിഷ്ഠ കല്യാണോല്ലാസവും പാർത്ഥനു ഹരികൃപയാ പണ്ടു കൈവന്ന പോലെ. ശ്ലോകം 2. ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമ്പോൾ എല്ലാ ജനങ്ങളുടെയും സർവകാര്യങ്ങളും മംഗളകരമായി പര്യവസാനിക്കുമെന്ന് കവി ഇതിൽ പറയുന്നു. സന്താനഗോപാല കഥയും തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ്വര ക്ഷേത്രത്തിലെ വിഷ്ണുബിംബ പ്രതിഷ്ഠയും പ്രബന്ധ വിഷയമായി സ്വീകരിച്ചിരിക്കുന്നു. സന്താനഗോപാല കഥയും തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ്വര ക്ഷേത്രത്തിലെ വിഷ്ണുബിംബ പ്രതിഷ്ഠയും ആണ് ഇതിലെ വിഷയം. അതാകട്ടെ പാർത്ഥന് ഹരികൃപ വന്നതുപോലെ എല്ലാം നിറവേറ്റപ്പെടും, മനുഷ്യരുടെ സർവാഭീഷ്ടങ്ങൾ നിറവേറ്റപ്പെടും എന്ന് കവിയുടെ ആശംസ. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന്റെ മാഹാത്മ്യം എനിക്ക് വർണ്ണിക്കാനാവില്ല എന്ന് പറഞ്ഞാണ് കാവ്യം അവസാനിപ്പിക്കുന്നത്. അർജുനൻ ദ്വാരകയിൽ ചെന്ന് ഹരിബിംബ പ്രതിഷ്ഠാ വൃത്താന്തം ശ്രീകൃഷ്ണനെ അറിയിക്കുകയും ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള ആ പരസ്പര സ്നേഹവും അവർ ആലിംഗ്യബദ്ധരായി നിൽക്കുന്ന രംഗം ചിത്രീകരിച്ചുകൊണ്ടാണ് കവി കാവ്യം അവസാനിപ്പിച്ചിരിക്കുന്നത്. നാരായണീയ ഭാഷാ ചമ്പുവിലും അന്യകൃതികളിൽ നിന്ന് 5ഓളം ശ്ലോകങ്ങൾ എടുത്തു ചേർത്തിട്ടുണ്ട്. നീലകണ്ഠ കവിയുടെ സമ്പൂർണ്ണ കൃതികൾ എന്ന പുസ്തകത്തിൽ ഡോക്ടർ ടി.ജി.ആർ. ഇതും എടുത്തു ചേർത്തിട്ടുണ്ട്. പുറം 177, 178. നീലകണ്ഠ കവിയുടെ ചമ്പുക്കളെ പ്രൊഫസർ എൻ. കൃഷ്ണപിള്ള ഇങ്ങനെ വിലയിരുത്തുന്നു. വിഷയത്തിന്റെ സ്വഭാവത്തിന് പറ്റിയ ഗൗരവം ആഖ്യാനത്തിന് വേണമെന്ന ഔചിത്യ ബുദ്ധി കൊണ്ടോ ഗ്രന്ഥകാരന്റെ സഹജമായ പ്രകൃതി കൊണ്ടോ പല ചമ്പൂകൃതികളിലും കാണുന്ന ഭാവചാപല്യങ്ങളും തരംതാണ ശൃംഗാര ഹാസ്യാവിഷ്കാരങ്ങളും ഈ കാവ്യങ്ങളിൽ കാണുന്നില്ല. ഓജസ്സും പ്രൗഢിയുമാണ് മുറ്റി നിൽക്കുന്ന ഗുണങ്ങൾ.
കൈരളിയുടെ കഥ പുറം 106, 107. അടുത്ത കാവ്യം തെങ്കയില നാഥോദയം. തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിന്റെ ഗ്രന്ഥശേഖരത്തിൽ നിന്നാണ് തെങ്കല നാഥോദയത്തിന്റെ ജീർണിച്ച ഒരു താളിയോല ഗ്രന്ഥം കണ്ടെടുത്തത്. തെങ്കലാസനാഥോദയം എന്ന പേരിൽ ഈ കൃതി മുഴുവൻ മംഗളോദയം മാസികയുടെ കൊല്ലവർഷം 1087 മുതൽ ഇടവം മുതൽ 1088 തുലാം വരെയുള്ള 6 ലക്കങ്ങളിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നീട് കൊച്ചി മലയാള ഭാഷാ പരിഷ്കരണ കമ്മിറ്റിയിൽ നിന്നും ശ്രീ രാമവർമ്മ ഗ്രന്ഥാവലിയുടെ 36-ാം നമ്പരായി ഈ കൃതി പ്രകാശിപ്പിച്ചു. തുടർന്ന് 1968 കേരള സാഹിത്യ അക്കാദമി തെങ്കലെ നാഥോദയം പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ 5 പ്രതിഷ്ഠകൾ നടക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചുള്ള ഐതിഹ്യമാണ് ഈ കാവ്യത്തിലെ മുഖ്യ പ്രമേയമെന്ന് എൻ കൃഷ്ണപിള്ള അഭിപ്രായപ്പെടുന്നു. കേരളിയുടെ കഥ പുറം 106. ഈ കാവ്യത്തിലെ 17-ാം ശ്ലോകത്തിൽ നിന്ന് നീലകണ്ഠൻ ആദ്യം നിർമ്മിച്ച കൃതി ചെല്ലൂർ നാഥോദയമാണെന്നും തെങ്കല നാഥോദയത്തിന് മുൻപാണ് നാരായണീയം ഭാഷാചമ്പുവിന്റെ നിർമ്മിതിയെന്നും മനസ്സിലാക്കാവുന്നതാണ്. ശ്ലോകം 17. കാവ്യത്തിലെ 3-ാമത്തെ പദ്യത്തിൽ തൃശ്ശിവപേരൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ മൂലപ്രതിഷ്ഠയായ ശ്രീ പരമേശ്വരന്റെ ഉത്കർഷവും മഹനീയതയും വർണ്ണിക്കുന്നു. 4 മുതൽ 13 വരെയുള്ള 10 ശ്ലോകങ്ങളിൽ കൊച്ചി രാജധാനി, കേരളവർമ്മയുടെ ജനനം, രാജ്യഭാരമേൽക്കുന്നത്, ഭരണസാമർഥ്യം, യുദ്ധനിപുണത തുടങ്ങിയവ വർണ്ണിച്ചിരിക്കുന്നു. ഗദ്യം 4-ൽ കൊങ്കണ രാജ്യത്തിന്റെ മാഹാത്മ്യ വിശേഷങ്ങളാണ് വർണ്ണിച്ചിരിക്കുന്നത്. കൂടാതെ പേരാറ്, പെരിയാറ്, പുല്ലയാറ് മുതലായ പുണ്യനദികളും തിരുനെല്ലി ക്ഷേത്രവും ഇതിൽ പരാമർശിക്കുന്നുണ്ട്. കൊങ്കണദേശം അന്ന് തിരുവില്ലാമല, വർക്കല, തിരുനെല്ലി എന്നീ 3 ദേശങ്ങളായി വിഭജിച്ചിരുന്നതായും ഈ കാവ്യത്തിൽ കാണും. കൊങ്കണത്തിന് കേരളം എന്ന പേർ പിന്നീട് വന്നു ചേർന്നതാണത്രേ. 35 മുതൽ 44 വരെയുള്ള 10 ശ്ലോകങ്ങളിൽ ശ്രീ പരമേശ്വരനെ വർണ്ണിച്ചിരിക്കുകയാണ്. വടക്ക് ശിവൻ, തെക്കു മഹാവിഷ്ണു, മധ്യസ്ഥനായ നന്ദികേശ്വരൻ, സമീപത്ത് പാർവതീദേവി, ഗണപതി തുടങ്ങിയവരുടെ വാസസ്ഥലങ്ങളും അവരുടെ പ്രതിഷ്ഠാ മുഹൂർത്തങ്ങളും വർണ്ണിച്ചിരിക്കുന്നു. ശങ്കരനാരായണ സങ്കല്പവും ഈ കാവ്യത്തിൽ ഉണ്ട്. 64-ാം ശ്ലോകം കഴിഞ്ഞ് കാണുന്ന ദണ്ഡകം പാർവതീദേവിയുടെ കേശാദി പാദവർണ്ണന അത്യന്തം ഹൃദയഹാരിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ദക്ഷിണ കൈലാസമെന്നും ശിവന്റെ പുരമായതിനാൽ തൃശ്ശിവപേരൂർ എന്നുമുള്ള പേരുകളാൽ പ്രസിദ്ധമാണ് വടക്കുംനാഥ ക്ഷേത്രമെന്നും പറഞ്ഞുകൊണ്ടാണ് കാവ്യം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ കാവ്യത്തില് 6ഓളം ശ്ലോകങ്ങൾ അന്യകൃതികളിൽ നിന്ന് എടുത്തു ചേർത്തിട്ടുണ്ട്. നീലകണ്ഠ കവിയുടെ സമ്പൂർണ്ണ കൃതികൾ പുറം 230, 231. ഇനി മറ്റൊരു കാവ്യമാണ് അഷ്ടമി പ്രബന്ധം. നീലകണ്ഠ കവിയുടെ മറ്റൊരു കാവ്യമാണ് അഷ്ടമി പ്രബന്ധം. ശിവന്റെ ഉത്സവാഘോഷമായ അഷ്ടമി മഹോത്സവം വർണ്ണിക്കുന്ന കാവ്യമാണിത്. കവിയുടെ ആസ്തിക്യബോധത്തിന് നിദർശനമാണ് ഈ കാവ്യം. 40 ശ്ലോകങ്ങൾ അടങ്ങിയതാണ് അഷ്ടമി പ്രബന്ധം. ഇനി നമുക്ക് ചില മണിപ്രവാള ലഘുകാവ്യങ്ങളെ പറ്റി നോക്കാം. അതിൽ ആദ്യത്തേത് പദ്യരത്നം. ലീലാതിലക ശ്ലോകങ്ങൾ എന്ന പോലെ മണിപ്രവാള പഠനത്തിന് ഏറ്റവും ഉപകരിക്കുന്നത് പദ്യരത്നത്തിലെ ശ്ലോകങ്ങളാണ് എന്ന് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള കൈരളിയുടെ കഥയിൽ അഭിപ്രായപ്പെടുന്നു. പുറം 75. മണിപ്രവാള മുക്തകങ്ങളുടെയും ലഘു കൃതികളുടെയും സമാഹാരമാണ് പദ്യരത്നം. പദ്യരത്നത്തിന് അവതാരിക എഴുതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡോക്ടർ പി കെ നാരായണപിള്ളയാണ് 1947.
ഡോക്ടർ പി കെ നാരായണപിള്ള. മണിപ്രവാളത്തിലെ ഭാവഗീതങ്ങളുടെ സമാഹാരത്തെ പദ്യരത്നം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ കൊളത്തേരി ശങ്കരമേനോനാണ്. തങ്ങളുടെ കാമുകന്മാരെ രമിപ്പിക്കാനുള്ള പല വിദ്യകളും അവർ വശമാക്കിയിരുന്നുവെന്ന് വൈശികതന്ത്രത്തിൽ നിന്നും പദ്യരത്നത്തിൽ നിന്നും മനസ്സിലാക്കാം എന്ന് ഡോക്ടർ വെളുത്താട്ട് കേശവൻ മഹിളാളി മഹാസ്പദ മണിപ്രവാളത്തിന്റെ സാംസ്കാരിക പരിസരം എന്ന പുസ്തകത്തിൽ അഭിപ്രായപ്പെടുന്നു. ഡോക്ടർ വെളുത്താട്ട് കേശവൻ, പുസ്തകം മഹിളാളി മഹാസ്പദ മണിപ്രവാളത്തിന്റെ സാംസ്കാരിക പരിസരം, വള്ളത്തോൾ വിദ്യാപീഠം പ്രസിദ്ധീകരണം. അടുത്ത കാവ്യം അനന്തപുര വർണ്ണനം ആണ്. 14-ാം ശതകത്തിന്റെ ദ്വിതീയ പാദത്തിൽ ഉണ്ണിച്ചിരുദേവി ചരിതത്തിനും ഉണ്ണുനീര് സന്ദേശത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ എഴുതിയ അനന്തപുര വർണ്ണനം എന്ന കൃതി ഗ്രന്ഥനാമം കൊണ്ട് തന്നെ വിഷയസ്വരൂപം ദ്യോതിപ്പിക്കുന്നു. അനുഷ്ടുപ്പ് വൃത്തത്തിലാണ് ഇതിന്റെ രചന. ഗ്രന്ഥകാരൻ ആരെന്നറിഞ്ഞുകൂടാ. തിരുവനന്തപുരത്തുള്ള ക്ഷേത്രങ്ങളും തീർത്ഥങ്ങളും അങ്ങാടികളുമാണ് കവി വർണ്ണിച്ചിട്ടുള്ളത്. ഇതിലെ ഒരു ശ്ലോകം ലീലാതിലകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എൻ കൃഷ്ണപിള്ള, കൈരളിയുടെ കഥ, പുറം 74-75. അനന്തപുര വർണ്ണനം വ്യാഖ്യാന സഹിതം പ്രസിദ്ധീകരിച്ചത് ഡോക്ടർ കെ രത്നമ്മയാണ്. അനന്തപുര വർണ്ണനം പാഠവും പഠനവും. അനുഷ്ടുപ്പ് വൃത്തത്തിൽ 188 ശ്ലോകങ്ങളാണ് ഈ കൃതിയിൽ ഉള്ളത്. 13-ാം ശതകത്തിന്റെ അവസാനമോ 14-ാം ശതകത്തിന്റെ ആദ്യമോ ആകാം ഇതിന്റെ രചന. ലീലാതിലകത്തിൽ ഇതിലെ ഒരു പദ്യം ഉദ്ധരിച്ചിട്ടുള്ളതിനാൽ അതിനു മുമ്പാണ് ഇതിന്റെ രചനയെന്ന് കരുതാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും പരിസര കാഴ്ചകളും നഗരവർണ്ണനയും അങ്ങാടി വർണ്ണനകളുമാണ് മുഖ്യ പ്രതിപാദ്യ വിഷയം. ഗന്ധർവ നഗരാകാരം സിന്ധുസാഗര നിസ്വനം അളകാപുരിയോടത്ത് വളർന്ന് പുലിയന്റിടം എന്നാണ് ഇതിലെ ഒരു പദ്യം. കലിംഗർ, ചോനകർ, ചോഴിയർ, കുടയാരിയർ, തുലിംഗർ എന്നിങ്ങനെയുള്ള കച്ചവട സമൂഹക്കാരും കാശ്, തിരമം, പണം എന്നീ നാണയങ്ങളും ഈ കാവ്യത്തിൽ പരാമർശിച്ചു കാണും. കാന്തിയും ചെൽവവും മിക്ക കാന്തള്ളൂർ ചാലയും കാണലാം. കാന്തിയും ചെൽവവും മിക്ക കാന്തള്ളൂർ ചാലയും കാണലാം. അനന്തപുര വർണ്ണനം. കാന്തള്ളൂർ ശാലയെപ്പറ്റി പരാമർശിക്കുന്ന പ്രാചീന കാവ്യം കൂടിയാണ് അനന്തപുര വർണ്ണനം. ഒരു ക്രോണിക്കിൾ എന്ന നിലയിൽ ഈ കൃതി ചരിത്രകാരന്മാർക്കും ഭാഷാ ഗവേഷകർക്കും വിലപ്പെട്ടതാണെന്ന് ഡോക്ടർ എം ലീലാവതി അഭിപ്രായപ്പെടുന്നു. മലയാള കവിതാ സാഹിത്യ ചരിത്രം. ഒരു ക്രോണിക്കിൾ എന്ന നിലയിൽ ഈ കൃതി ചരിത്രകാരന്മാർക്കും ഭാഷാ ഗവേഷകർക്കും വിലപ്പെട്ടതാണ്. ഡോക്ടർ എം ലീലാവതി. ഇനി മണിപ്രവാള ലഘുകാവ്യങ്ങളാണ്. ചെറിയച്ചി, മല്ലീനിലാവ്, കൗണോത്തര, ഉത്തരാചന്ദ്രിക, മരതകമാല, ഇളയച്ചി, ഇട്ടിയച്ചി, മാരലേഖ, കലാമാലിക എന്നിങ്ങനെ പോകുന്നു മണിപ്രവാള ലഘുകാവ്യങ്ങളിലെ നായികമാരുടെ പേരുകൾ. ഈ കാവ്യങ്ങളിലെല്ലാം നായികാനാമം കൃതികളുടെ പേരായി നൽകുകയും മിക്കവാറും എല്ലാ കൃതികളും നായികാ സംബോധനത്തിൽ ആരംഭിച്ച് ഒടുവിൽ ഈ നായികയെപ്പറ്റി ഒരു തോഴനോട് പറയുന്ന മട്ടിലാണ് അവസാനിക്കുന്നത്. രാജലേഖ, കീർത്തിലേഖ, ചേമന്തിലേഖ, കേളീലേഖ എന്നിങ്ങനെയാണ് കാവ്യങ്ങളുടെ പേര്. ഇട്ടിപ്പെണ്ണ്, ഇട്ടിമായ, ചെറുപെണ്ണ് എന്നിങ്ങനെ പോകുന്നു നായികമാരുടെ പേര്. ഇതൊക്കെ രചിച്ചത് ചുരുക്കം ചിലരൊഴിച്ച് മറ്റു കവികൾ ആരാണെന്ന് അറിയില്ല. പക്ഷേ പ്രായണ എല്ലാ കവികളുടെയും രചനാലക്ഷ്യം സമാനമായിരുന്നു. ചില പ്രമാണികൾ അവർക്കിഷ്ടപ്പെട്ട വിലാസിനികളെപ്പറ്റി ആശ്രിതരായ കവികളെ കൊണ്ട് എഴുതിച്ചിരുന്നു
എൻ കൃഷ്ണപിള്ള. കൈരളിയുടെ കഥ പുറം 76-77. മണിപ്രവാള ലഘുകാവ്യങ്ങളിൽ ഏറ്റവും മനോഹരം ചെറിയച്ചി ആണെന്ന് ഡോക്ടർ എം ലീലാവതി അഭിപ്രായപ്പെടുന്നു. മാലിനി വൃത്തത്തിൽ 27 ശ്ലോകങ്ങൾ അടങ്ങിയതാണ് ചെറിയച്ചി. അതിലെ 2 വരി ഇങ്ങനെ: രവിരമണ വിയോഗേ രാത്രിയാകിന്റെ ധാത്രി വികരതി പനിനീരും ചന്ദ്രിക ചന്ദനം ച. രവിരമണ വിയോഗേ രാത്രിയാകിന്റെ ധാത്രി വികരതി പനിനീരും ചന്ദ്രിക ചന്ദനം ച. മണിപ്രവാള ലഘുകാവ്യങ്ങൾ മലർബാണ കേളിയ വർണ്ണനകൾ തന്നെ. ഒരേ സ്വരം, ഒരേ നിറം, ഒരേ താളം, വിപ്രലംഭങ്ങൾ പോലും സംഭോഗ സ്മരണങ്ങൾ. ഡോക്ടർ എം ലീലാവതി, മലയാള കവിതാ സാഹിത്യചരിത്രം. ലീലാതിലകത്തിന് കവിതാ സാഹിത്യ ചരിത്രത്തിൽ സ്ഥാനം ലഭിക്കുന്നത് മണിപ്രവാള മുക്തകങ്ങൾ ഉൾപ്പെടുത്തിയതുകൊണ്ടാണെന്നും ലീലാവതി അഭിപ്രായപ്പെടുന്നു. മണിപ്രവാളത്തിലെ നായികമാരായ ഗണിയകൾ ഉത്തമവർഗത്തിലുള്ളവരാണ്. അവർ വെറും തെരുവുവേശ്യകളല്ല. ഈ വ്യത്യാസം വളരെ പ്രധാനമാണ്. കാമസൂത്രത്തിലെ 6-ാം അധ്യായമായ വൈശികത്തിൽ പറയുന്ന ഗണിയകളുടെ ഗുണങ്ങൾ മണിപ്രവാളത്തിലെ നായികമാർക്ക് കാണാം. ഡോക്ടർ വെളുത്താട്ട് കേശവൻ, മഹിഴാളി മഹാസ്പദ, മണിപ്രവാളത്തിന്റെ സാംസ്കാരിക പരിസരം, പുറം 20-21. സൂര്യചന്ദ്രന്മാരെ താളം പോലെ എന്ന് വർണ്ണിക്കുന്ന 2 മണിപ്രവാള കൃതികളാണ് ചെറിയച്ചിയും ഉണ്ണുനീലി സന്ദേശവും. കൗണോത്തര രചിച്ച കവിയുടെ വീരവാദം ഇങ്ങനെ: ക്ഷീരശ്രീ ചേർന്ന വാച സരസവിഹ മുളപ്പിച്ച നെൻ കീർത്തി ബീജം പരേപ്പേരും വിതച്ചിന്റെ അഴകൊട് വിളയിച്ചിടുവാൻ നൂനമിഞ്ഞാൻ. കൗണോത്തര പദ്യം 24. ഇളയിച്ച് വർണ്ണിക്കുന്ന കവിയെ നോക്കുക: മെല്ലെ നിൻകീർത്തി തയ്യത്തലമെഴും ഇളയച്ചി കളിച്ചിന്റു നാളെ സ്വർലോകെ ചേർന്ന് അമർത്യാധിപ കുതുകം ഉയറ്റേണം ഇഞ്ഞാൻ പുകണ്ണാൽ. പദ്യം 54. ഇനി ഈ വിഭാഗത്തിലുള്ള ചില ആധുനിക ചമ്പുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ശ്രദ്ധേയമായ കാവ്യം ഉള്ളൂരിന്റെ സുജാതോ ദ്വാഹം എന്ന ചമ്പുവാണ്. സുജാതോ ദ്വാഹം പഴയ ചമ്പുകാവ്യങ്ങളുടെ മാതൃകയിൽ രചിച്ച കാവ്യമാണിത്. എങ്കിലും പ്രമേയം ഇന്ത്യാ ചരിത്രമാണ്. പുരാണത്തിൽ നിന്നല്ലാത്ത ഒരു വിഷയമാണ് ഉള്ളൂർ ഈ ചമ്പുകാവ്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. രജപുത്ര ചരിത്രത്തിൽ ജയചന്ദ്രന്റെ മകളെ പൃഥ്വിരാജ് വിവാഹം കഴിക്കുന്നത് മറ്റുമാണ് ഇതിലെ പ്രമേയം. രണ്ടാമത്തെ ചമ്പു രാമവർമ്മ കോയിത്തമ്പുരാൻ രചിച്ച മീനകേതന ചരിതം. അടുത്തത് മലയാള സാഹിത്യ ചരിത്ര സംഗ്രഹം എഴുതിയ പി ശങ്കരൻ നമ്പ്യാരുടെ ഒരു ചമ്പു കാവ്യമാണ് പാലാഴി മഥനം. ചരിത്ര നോവലിസ്റ്റും ഗവേഷകനുമായ കെ എം പണിക്കരുടെ ചമ്പുകാവ്യമാണ് ഹൈദർ നായ്ക്കൻ. കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ ബാണയുദ്ധം ചമ്പു എന്ന ഒരു കാവ്യം എഴുതിയിട്ടുണ്ട്. കേരളവർമ്മ എഴുതിയ ചമ്പുവാണ് ഹംസവധം. അശ്വതി തിരുനാൾ എഴുതിയ കാവ്യമാണ് സന്താനഗോപാലം ചമ്പു. ഉഷാ കല്യാണം, ഗൗരീഭരണം എന്നീ ചമ്പുക്കൾ രചിച്ചത് ലക്ഷ്മീപുരത്ത് രവിവർമ്മ കോയിത്തമ്പുരാനാണ്. ഇത്രയും ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ മണിപ്രവാള കവിതകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാവ്യങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്: വൈശിക തന്ത്രവും ചന്ദ്രോത്സവവും. ഞാൻ മുൻപുള്ള ക്ലാസ്സുകളിൽ ആവർത്തിച്ചിട്ടുള്ളതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ക്ലാസ് വിട്ടുപോകാതെ
സശ്രദ്ധം ആവർത്തിച്ച് കേട്ട് ഇതിൽ നിന്ന് ചോദ്യവും ഉത്തരവും തയ്യാറാക്കി പഠിക്കുക. പറയുന്ന റെഫറൻസുകൾ കൂടുതൽ വായനയ്ക്കായിട്ട് ഉപയോഗിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.